സർ, ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു FIR ഇടാൻ അലഹബാദ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, അല്ലെങ്കിൽ UP പോലീസിന്റെ സ്പെഷ്യൽ ടീം അന്വേഷിക്കണം. രാഹുലിന് ഇരട്ട പൗരത്വമുണ്ട് എന്നൊരു ഹർജിയിലാണ് കോടതി ഈ വിധി പറഞ്ഞിരിക്കുന്നത്. എന്താണ് സർ ഇതിൻ്റെ വിശദാംശങ്ങൾ? ഇത് 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തന്നെ രാഹുൽ ഗാന്ധി ഇതിൻ്റെ വിത്ത് അവിടെ ഇട്ടു കൊടുത്തിട്ടുണ്ട്. നോമിനേഷൻ സമർപ്പിച്ചപ്പോൾ അദ്ദേഹം ഈ UK ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ എന്ന സംബന്ധിച്ച ചില വിവരങ്ങൾ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബാക്ക് ഹോപ്പ് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞ ഒരു കമ്പനിയാണ്. ആ കമ്പനിയിൽ അതായത് ബ്രിട്ടനിലെ ഈ പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്, ആയുധ ഇടപാടുകൾ ഒക്കെ നടത്തുന്ന. ആ കമ്പനിയിൽ ഷെയർ ഹോൾഡർ ആകണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് UK പൗരത്വം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന നിഗമനം. അത് വ്യക്തമാക്കുന്ന ചില സൂചനകൾ കൂടെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ എൻക്വയറി നടക്കുമ്പോൾ അത് പൂർണ്ണമായും ബോധ്യമാകും എന്നാണ് അദ്ദേഹം UK പൗരനായിരുന്നത്. ആ UK പൗരനായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്ന് മുതലുള്ള MP സ്ഥാനം ഉൾപ്പെടെയുള്ളവ അസാധുമായി പോകില്ലേ തുടങ്ങിയ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് വലിയ ഗുരുതരമായ നിയമപ്രശ്നമാണ്. ഇത്രയും നാൾ നിന്ന എല്ലാ സാർ, നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഇരട്ട പൗരത്വം അനുവദിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇരട്ട പൗരത്വം ഉണ്ടെങ്കിൽ മത്സരിക്കാം. അമേരിക്കയിലൊക്കെ അതുണ്ട്, അമേരിക്കയിലും ഇസ്രായേലിലും ഒക്കെ. ഇന്ത്യയിൽ അങ്ങനെ ഇല്ലല്ലോ. ഇന്ത്യയിൽ അങ്ങനെ ഒരിക്കൽ അനുവദിക്കാനായിട്ട് ശ്രമം നടന്നെങ്കിലും അത് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി തന്നെ അത് മാറ്റിവെച്ചു. നമ്മൾ വിദേശങ്ങളിലൊക്കെ പോയപ്പോൾ നമ്മുടെ വിദേശ രാഷ്ട്രങ്ങളിലെ നമ്മുടെ പൗരന്മാർ ആവശ്യപ്പെട്ടതാണ്, ഇന്ത്യൻ വംശജരായ ആൾക്കാരൊക്കെ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അതിനൊരു സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതല്ലാതെ അവർക്ക് പൗരത്വം കൊടുക്കാനുള്ള സാധ്യത ഇല്ലാതെ ആണ് നിൽക്കുന്നത്. അവർക്ക് എപ്പോ ആണോ ഇന്ത്യയിൽ വരാൻ, വിസ ഇല്ലാതെ ഇന്ത്യയിൽ വരാൻ അങ്ങനെയാണെങ്കിൽ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ FIR ഇടാൻ പറഞ്ഞെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റമാണെന്നല്ലേ അതിന്റെ അർത്ഥം? ഇരട്ട പൗരത്വം ക്രിമിനൽ കുറ്റമല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ ഇന്ത്യൻ പൗരനായിരിക്കുമ്പോൾ ഇന്ത്യയുടെ പാസ്പോർട്ട് മാത്രമേ ഹോൾഡ് ചെയ്യാവൂ. വിദേശ പാസ്പോർട്ട് എനിക്ക് ഉണ്ടെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. സറണ്ടർ ചെയ്തിട്ട് ഞാൻ വിദേശ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുകയും ഇവിടെ വരുമ്പോൾ ഞാൻ വിസ എടുത്ത് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇദ്ദേഹം ഇന്ത്യയിലെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ഇന്ത്യൻ പൗരനല്ലാത്ത ഒരാൾ ഇന്ത്യയിൽ മെമ്പറാകാൻ പാടില്ല, ഇന്ത്യയിലെ പാർലമെന്റ് മെമ്പറാകാൻ പാടില്ല. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായത് അതിനേക്കാൾ വലിയ തെറ്റായിട്ട് വരുന്നു. ശരിക്കും വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ ഉയർന്നിരിക്കുന്നത്. എൻ്റെ ഓർമ്മ തെളിയിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ വില കൊടുക്കേണ്ടി ദോഷം തന്നെ സംഭവിക്കും. 2004 മുതലുള്ള അദ്ദേഹത്തിന്റെ MP സ്ഥാനം നഷ്ടപ്പെടും. അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള വാങ്ങിച്ച ആനുകൂല്യങ്ങളെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി. അത് നിസ്സാരമെന്ന് പറയാം. അദ്ദേഹത്തിന്റെ സാമ്പത്തികം വെച്ച് നോക്കുമ്പോൾ അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, അത് നിസ്സാരമായിരിക്കാം. പക്ഷേ അതുവഴി കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകുന്ന ക്ഷീണം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കുണ്ടാകുന്ന ക്ഷീണം ഒക്കെ വളരെ വലുതായിരിക്കും. സാർ, ഈ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഈ വിഷയം ആദ്യം ഉന്നയിക്കുന്നതും പരാതി കൊടുക്കുന്നതും. പക്ഷെ അപ്പോഴൊക്കെ കേന്ദ്ര സർക്കാർ ഈ 2014 മോദി വന്നതിന് ശേഷം തന്നെ ഇത് ഇങ്ങനെ ഒന്ന് ലാഗ് ചെയ്യിക്കുകയായിരുന്നു. ഒരു വലിയ ഇതൊന്നും ഉണ്ടാക്കാതെ, വലിയ അന്വേഷണമൊന്നും നടത്താതെ പോവുമായിരുന്നു. പക്ഷേ ആ സമയത്താണ് കർണാടകയിൽ നിന്ന് ഒരു അഭിഭാഷകൻ, അദ്ദേഹത്തിൻ്റെ പേര് എന്തോ ഒരു ശിശിർ, അദ്ദേഹമാണ് ഈ പരാതിയുമായിട്ട് ലഖനൗ കോടതിയിൽ പോവുകയും പിന്നീട് അവിടുന്ന് കേസ് തള്ളിയപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് പോവുകയും ചെയ്തത്. അദ്ദേഹം ഒരു BJP കാരനാണെന്ന് പറയുന്നു. സത്യത്തിൽ ഇതിനകത്ത് BJPക്ക് അങ്ങനെ എന്തെങ്കിലും പങ്കുണ്ടോ? ഈ രാഹുലിനെതിരെ ഇപ്പോൾ ഇങ്ങനൊരു ആക്ഷേപം ഉയർത്തിക്കൊണ്ട് BJPക്ക് അങ്ങനെ പങ്കുണ്ടെങ്കിൽ അവർക്ക് ആദ്യമേ ഇത് പിടിക്കാമായിരുന്നു. ഏറ്റവും നല്ലത് സുബ്രഹ്മണ്യ സ്വാമിയുടെ പരാതിയായിരുന്നു. അന്ന് തന്നെ അത് കൈക്കലാക്കാമായിരുന്നു. പക്ഷേ BJPയുടെ ഐശ്വര്യമാണ് അതുകൊണ്ട് രാഹുലിനെ ഒരിക്കലും വെട്ടിലാക്കാൻ അവർക്ക് താല്പര്യമില്ല. പിന്നെ സ്വയം വെട്ടിലാകുന്നെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ശരിക്കും രാഹുൽ ഇങ്ങനെ സേഫ് ആയിട്ട് ഇന്ത്യയിൽ നിൽക്കുന്നതാണ് മോദിയുടെയും അമിത്ഷായുടെയും ഒരു തീർച്ചയായിട്ടും സംശയം എന്താ? ഇന്നലെ തന്നെ അദ്ദേഹം പാർലമെന്റിൽ ഈ നാരീശക്തി ബില്ലിനെ കുറിച്ചല്ല സംസാരിച്ചത്. നരേന്ദ്രമോദി മജീഷ്യനാണ്, ബാലാക്കോട്ട് മജീഷ്യനാണ്, അതുപോലെ തന്നെ സിന്ദൂർ മജീഷ്യനാണ്, പഹൽഗാം മജീഷ്യനാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ കളിയാക്കുന്ന വിധത്തിലുള്ള സംഭാഷണങ്ങളും അത് അവസരോചിതമല്ലാതെ ഒരു പ്രതിപക്ഷ നേതാവ് നടത്തുകയും ചെയ്തപ്പോൾ സ്പീക്കർക്ക് വരെ ഇടപെടേണ്ടി വന്നു. പ്രതിപക്ഷ ബെഞ്ചിലെ തന്നെ പലരും പറഞ്ഞു അത് ശരിയല്ല, മാറ്റി പറയാനായിട്ട്. ആ വിധത്തിൽ അദ്ദേഹം
വിഷയത്തിൽ നിന്ന് മാറിപ്പോവുക. അതെ അതെ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി സംസാരിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിൽ ഒരിക്കലും പിന്നെ അത് ഒരു മെമ്പർക്ക് പോലും സംസാരിക്കാൻ നോക്കില്ല. പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യം പറഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് പിടിച്ചിരുത്തേണ്ടി വരും. അപ്പൊ പിടിച്ചിരുത്തേണ്ടി വരുമ്പോൾ അദ്ദേഹം പറയും, അയ്യോ ഞാൻ പ്രതിപക്ഷ നേതാവാണ്, എനിക്ക് സംസാരിക്കാൻ അവസരം തരുന്നില്ല. സംസാരിക്കാൻ അവസരം തരാം, പക്ഷെ ആ വിഷയത്തിൽ ഊന്നി സംസാരിക്കണ്ടേ? അതെ, നാരീശക്തി ബില്ലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നാരീശക്തി ബില്ല് വേണോ വേണ്ടയോ, അതിന്റെ ഗുണമോ ദോഷമോ, അതല്ലേ പറയേണ്ടത്. അതിന് പകരം വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് ഇദ്ദേഹം മജീഷ്യനാണ് മറ്റേതാ മറിച്ച് ഒരു ചെറിയ ഒരു പാസിംഗ് പരാമർശങ്ങളൊന്നും പ്രശ്നമില്ല. പ്രിയങ്കയുടെ പ്രസംഗം കണ്ടു, മനോഹരമായിരുന്നു. അത് പാസിംഗ് ഷോർട്ടായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പോകാന്നല്ലാതെ അത് പിന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് ആ സബ്ജക്റ്റേ മാറിപ്പോകുന്ന വിധത്തിൽ വരിക അദ്ദേഹത്തിന്റെ കുഴപ്പം. ഇതിന്റെ ഫലമായിട്ട് ബിജെപിക്ക് എന്നും ഒരു അനുഗ്രഹമാണ്, ഇദ്ദേഹം നീണാൾ വാഴട്ടെ എന്നുള്ളതാണ്. ആയുരാരോഗ്യ സൗഖ്യത്തോടെ നീണാൾ വാഴട്ടെ എന്നുള്ളതാണ്. സാർ, ഇന്നലെ സഭയിൽ നടന്ന മറ്റൊരു കാര്യം കൂടി ഞാൻ പെട്ടെന്ന് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ അമിത്ഷാ എത്രയോ നാളായിട്ട് ചിരിക്കാത്ത ഒരാളാണ് അമിത്ഷാ. സഭയിൽ വളരെ ഗൗരവത്തിൽ കാര്യങ്ങൾ പറയുന്ന ആളാണ്. തമാശ പറയുമ്പോൾ പോലും അദ്ദേഹം ഗൗരവത്തിലാണ് പറയുന്നത്. പക്ഷെ ഇന്നലെ അദ്ദേഹം ചിരിച്ചു. കാരണം പ്രിയങ്ക പറഞ്ഞു, സാക്ഷാൽ ചാണക്യൻ പോലും ഇപ്പോൾ ഇവിടെ ഈ സഭയിൽ വന്നാൽ അങ്ങയെ കണ്ടാൽ അമ്പരന്ന് നിൽക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം പോലും ചിരിച്ചു. അതിന് കാരണം അദ്ദേഹം തിരിച്ച് ഒരെണ്ണം കൊടുത്തിരുന്നു. ചാണക്യന്റെ ബുദ്ധിയാണ് പ്രിയങ്ക പ്രയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പ്രിയങ്ക പറഞ്ഞു, എന്നെയും തോൽപ്പിക്കുന്നതിൽ അങ്ങയുടെ ചാണക്യ തന്ത്രങ്ങളാണ് വലുതെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അല്ല, അതൊരു ആരോഗ്യകരമായ ചർച്ചയാണ്. നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയാൻ ഈ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും നല്ല വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നു. ഇതേ ചൗക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം അധിക്ഷേപങ്ങൾ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മാറി. അതിന്റെ വിപത്ത് അദ്ദേഹത്തിന്റെ പദവിക്ക് തന്നെ യോജിക്കാത്തതാണ്. അത് ജനങ്ങൾ പക്ഷെ ഇതെല്ലാം ബിജെപി ക്ഷമിക്കുകയാണ്, അല്ലെങ്കിൽ മോദി ഇതെല്ലാം സഹിക്കുകയാണ്. തീർച്ചയായും ചായ്വാലയാണ് അദ്ദേഹത്തിന് ഇത്രയും ഭൂരിപക്ഷവും വോട്ടും നേടിക്കൊടുത്തത്. പിന്നെ ചൗക്കിദാർ ചോർഹെ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അതിന് സുപ്രീം കോടതി വരെ കൊടുത്തു അദ്ദേഹത്തിന്. മേലെ ഇങ്ങനത്തെ വാക്കുകളൊന്നും പ്രയോഗിക്കരുത്. പിന്നെ അദ്ദേഹം ഇപ്പൊ മജീഷ്യൻ എടുത്തിട്ടിരിക്കുന്നു. പിന്നെ സഭയ്ക്ക് ഉള്ളിലായതുകൊണ്ട് അതിന്റെ പരിരക്ഷ കിട്ടും. സുപ്രീം കോടതി പോകാൻ പറ്റില്ല. ഇല്ല, പുറത്തെങ്ങാനുമാണ് പറഞ്ഞിരുന്നെങ്കിൽ ബി ജെ പിക്കാർ പുറകെ നടന്നു. അദ്ദേഹം അങ്ങനെ പറയുള്ളൂ എല്ലാ കാര്യങ്ങളും. ഇപ്പം ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞാലും, ഇലക്ഷൻ പെട്ടിയെ കുറിച്ച് പറഞ്ഞാലും, എന്ത് പറഞ്ഞാലും, അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞാലും എല്ലാം അദ്ദേഹം സഭയ്ക്കുള്ളിലേ പറയുള്ളൂ. വെളിയിൽ അങ്ങനെ കൂടുതൽ പറയില്ല. കാരണം ജനപ്രതിനിധിക്ക് കിട്ടുന്ന ഒരു പരിരക്ഷയിൽ അദ്ദേഹം ഇരിക്കുകയാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് പല ആക്ഷേപങ്ങളും രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്നിട്ടും ഈ ബി ജെ പി, പ്രത്യേകിച്ച് നരേന്ദ്രമോദി, അമിത്ഷാ, ഈ നേതൃത്വം അദ്ദേഹത്തിനെ ഇങ്ങനെ ഈ എന്താ പറയാ ഇങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നും വരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഈ കേസിലൊക്കെ അദ്ദേഹത്തിനെതിരെ, ഇത് മാത്രമല്ല വേറെയും ചില ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നതാണ്. അപ്പോഴെല്ലാം ബി ജെ പി വളരെ, ഈ കേന്ദ്ര നേതൃത്വം വളരെ മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത്. അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അത് ചില കളികൾക്കിറങ്ങുമ്പോഴേ ചില ആൾക്കാരുണ്ട്, അവർ ഈ വലിയ ശക്തികളെ വരാനായിട്ട് സമ്മതിക്കുകയില്ല. അതിലെ ജൂനിയർ ടീമിനെ വിളിച്ചിട്ട് അവരുമായിട്ടായിരിക്കും മത്സരം. പേരത് തന്നെയായിരിക്കും, പക്ഷെ അതിന്റെ ജൂനിയർ ടീം ഏറ്റുമുട്ടുന്നത് ദുർബലരായ കളിക്കാരായിരിക്കും. അപ്പൊ എപ്പോഴും വിജയം ഇവർക്കായിരിക്കും. മറ്റേ ടീം അവിടെ നിന്ന് നരകിച്ച് മനംനൊന്ത് തിരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഇതിനകത്ത് വന്ന് ചേരുകയോ. അങ്ങനെയാണ് ഹേമന്ത് വിശ്വ ശർമ്മയെ പോലുള്ളവരൊക്കെ ഇതിനകത്ത് വന്ന് ചേർന്നത്. കാരണം അവിടെ നിന്നിട്ട് കളിച്ചിട്ട് കാര്യമില്ല. അവിടെ ഈ ആളെ വിട്ട് വേറെ ആർക്കും അവസരം തരില്ല. ഇല്ലെങ്കിൽ ഇതിനേക്കാൾ താഴ്ന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അവർ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും മാറിപ്പോക്കോളും. അത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഒരു ദൗർബല്യം. രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ഒരു വലിയ വിഷയമായി ഇപ്പം മാറിയിട്ടുണ്ട്. കാരണം ഈ അലഹബാദ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വരുന്നതോടുകൂടി അതിന്റെ മാനങ്ങൾ മാറുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും FIR ഇട്ടത് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല ഈ കേസിൽ കേന്ദ്ര സർക്കാരിനെ കക്ഷി ചേർത്തിട്ടുണ്ട്. ഈ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയെയും ജോയിന്റ് സെക്രട്ടറിയെയും കോടതിയിൽ വിളിച്ചു വരുത്തിയിരുന്നു. അപ്പോൾ കേസ് വളരെ ഗൗരവമായിട്ട് പോകും. അതിന്റെ അനന്തരഫലം ചിലപ്പോൾ 2029 ഇലക്ഷന്റെ സമയത്ത് വലിയ കോലാഹലങ്ങൾക്ക് കാരണമായി തീരും. ഈ ഒരു പക്ഷേ ഇത് റെക്കോർഡാണ്, ഇതിനൊന്നും മാറാൻ പറ്റില്ല. ഇലക്ഷൻ നമ്മൾ ഈ പിന്നെ കമ്പനി രജിസ്ട്രാർ എന്ന് പറയുന്നത് ഇവിടുത്തെ പോലെ തന്നെ അവിടെയും UK യിലും വലിയ ശക്തമാണ്. അവരുടെ രജിസ്ട്രേഷൻ അല്ല, അവരുടെ ഈ CNDG റിപ്പോർട്ട് പോലെയുള്ള അവിടുത്തെ അക്കൗണ്ടന്റ് ജനറലിന്റെ ഒരു ഓട്ടോണമസ് ബോഡിയുടെ റിപ്പോർട്ടിൽ ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ടെന്നാണ് ഹർജിക്കാരൻ. ആ ഡോക്യുമെന്റ്സ് ഒക്കെ വളരെ ആധികാരികമാണ്. അപ്പൊ
അപ്പൊ അത് അവിടുത്തെ കോടതിയിലും ഇവിടുത്തെ കോടതിയിലും ഒക്കെ ഒരുപോലെ ബാധകമാണ്. വാല്യുബിൾ ഉള്ളതാണ്. അതുകൊണ്ട് ഇതൊന്നും ഒളിച്ചു കളിക്കാൻ പറ്റാത്ത സാധനമാണ്. എന്തായാലും രാഹുൽ ഗാന്ധി ഒരു ദിവസം പുറത്താവും. രാഹുൽ ഗാന്ധിയെ ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ. തീർച്ചയായിട്ടും. എന്തായാലും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും BJPയുടെ ഐശ്വര്യം നഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.